കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. കർണാടക സംസ്ഥാനത്തോട് അതിർത്തി പങ്കിടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എൻമകജെ, കുംബ്ള, മംഗൽപാടി, മഞ്ചേശ്വരം, മീഞ്ച, പൈവലേക, പുട്ടിരി, ഓർക്കാടി എന്നീ 8 പഞ്ചായത്തുകൾ ആണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. നഗരസഭകൾ ഒന്നും തന്നെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നില്ല. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച എം ഉമേഷ് റാവു ആണ് വിജയിച്ചത്. കേരള നിയമസഭാ ഇലക്ഷൻ ചരിത്രത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി കൂടിയാണ് അദ്ദേഹം. 1980-ൽ മഞ്ചേശ്വരത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട CPI-യിലെ എ സുബ്ബറാവു EK നായനാർ മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. 2001-ൽ മഞ്ചേശ്വരത്തെ MLA ആയിരുന്ന IUML-ലെ ചേർക്കുളം അബ്ദുള്ള AK ആന്റണി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. കുടുംബശ്രീയെ ഇന്നു കാണുന്ന നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വലുതാണ്. ദക്ഷിണ കന്നഡ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലത്തിൽ അവസാന 4 തിരഞ്ഞെടുപ്പുകളിൽ UDF ആണ് വിജയിച്ചു വന്നത്. BJPക്ക് ആദ്യകാലം മുതൽ ശക്തമായ വോട്ടുള്ള മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടക്കുന്ന ജാഥകളുടെ തുടക്കമോ സമാപനമോ മഞ്ചേശ്വരത്തു നിന്നും ആയിരിക്കും എന്നത് മണ്ഡലത്തിന്റെ സവിശേഷ സ്ഥാനം മൂലമാണ്. മലയാളികൾക്കൊപ്പം കന്നഡ ജനതയുടെ വോട്ടുകളും നിർണായകമാകുന്ന മണ്ഡലത്തിൽ മതവും ഭാഷയും മുഖ്യ വിഷയങ്ങളാണ്. നിലവിൽ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിദാനം ചെയ്യുന്നത് UDF സ്ഥാനാർത്ഥി കൂടിയായ IUML-ലെ AKM അഷറഫാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രനെ 845 വോട്ടുകളുടെ ചെറിയ മാർജിനിൽ പരാജയപ്പെടുത്തിയാണ് AKM അഷറഫ് നിയമസഭയിലെത്തിയത്. 3-ാം സ്ഥാനത്തെത്തിയത് CPM-ലെ VV രമേശൻ ആയിരുന്നു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോർമുഖത്ത് UDF-നെ പ്രതിനിധീകരിക്കുന്നത് നിലവിലെ MLA കൂടിയായ IUML-ലെ AKM അഷറഫാണ്. BJP-യുടെ മുതിർന്ന നേതാവ് K സുരേന്ദ്രൻ തന്നെയാണ് മുഖ്യ എതിരാളി. കഴിഞ്ഞ 2 തവണ 89, 845 എന്നീ ചെറിയ വോട്ടുകൾക്ക് കൈവിട്ടുപോയ മണ്ഡലം K സുരേന്ദ്രന് എത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്നത് മഞ്ചേശ്വരത്തെ പോരാട്ടം കടുപ്പിക്കുന്നു. CPM-ൽ നിന്നും KR ജയനന്ദയാണ് പ്രമുഖനായ 3-ാമത്തെ സ്ഥാനാർത്ഥി. SDPA-ക്കായി മത്സരിക്കുന്ന KM അഷറഫിന് IUML സ്ഥാനാർത്ഥിയുമായുള്ള പേരിലെ സാമ്യം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ എത്രത്തോളം നിർണായകം ആകും എന്നറിയാൻ വോട്ടെണ്ണൽ ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. മുൻ തിരുവനന്തപുരം DCC പ്രസിഡന്റ് കൂടിയായിരുന്ന D സുരേന്ദ്രൻ നായർ മഞ്ചേശ്വരത്തെ പേരിൽ അവരനായി എത്തിയതോടുകൂടി വീറും വാശിയും വരും ദിവസങ്ങളിൽ മീനച്ചൂടിലും മുകളിലെത്തിക്കും. 2021-ലെ കണക്ക് പ്രകാരം 2,21,682 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്.